ദൈവങ്ങളായ നമ്മുടെ പ്രപഞ്ചത്തിൽ നമ്മുടെ ഭൂമിയിൽ പോലും ചെയ്തിട്ടുള്ള സർപ്പദോഷങ്ങൾ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സന്താനങ്ങളെയും പലപ്പോഴും തടസ്സപ്പെടുത്തിക്കളയും. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സർപ്പമോഹം ശമിപ്പിക്കാൻ നമുക്ക് ചെയ്യാവുന്ന, ആണ്ടിൽ ഒരിക്കൽ ചെയ്യാവുന്ന ഈ വർഷത്തെ സർപ്പബലിയുടെ കൂപ്പൺ ഔദ്യോഗികമായി നമ്മൾ കൈമാറുന്നത് ശ്രീ മോഹനൻ പുള്ളിത്താൻ അവർ കേരള ബാങ്കിന്റെ റിട്ടയർഡ് മാനേജർ. സ്നേഹമുള്ള പത്നികളെ, ജ്യോതിഷൻ ശ്രീ മുടിപ്പുര ശശി അവർ ഒരു മിനിറ്റ് ഇതിനെ കുറിച്ചിട്ട്. അഭിനന്ദനായ ഭക്തജനങ്ങളെ, ഈ തിരുനടയിൽ തിരമാല പോലെ വന്നു നിൽക്കുന്ന അനേകായിരം ഭക്തവൃത്തങ്ങളും അവരുടെ കുടുംബ ആരോഗ്യ സമൃദ്ധിയും വിദ്യാസമ്പന്നതയും എല്ലാം ഇടവനക്കാരുടെ ആഗ്രഹങ്ങൾ കൊടുക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിന് ഭഗവാൻ 5000 രൂപ 1000 രൂപയാണ് ഒരു വ്യക്തിയുടെ 1000 രൂപയാണ് ഒരു കുടുംബ സർപ്പബലി ഇവിടെ നടത്തുന്നത്. നമ്മൾ ക്ഷേത്രം ഈടാക്കുന്ന പൈസ എല്ലാവരെയും അവിടെ ഇത് അല്ലല്ലല്ല, ആര് പറഞ്ഞു? അത് വേറെ, ഇത് പ്രസാദം മേടിക്കാനാണ്. ഗൾഫിനോടെ കാണിച്ചു കൊടുക്കും. ഇതാണ് അമ്പലം. നമ്മൾ തൊഴുതിറങ്ങി എന്താ ഇതാണ് അമ്പലം. ഇതിന് പൂജയ്ക്ക് ബുക്കിംഗ് ആയി. ഫോക്കസ് ചെയ്തേടാ. ഭഗവാനെ ദർശിച്ച, അതായത് അത്താഴ പൂജയ്ക്ക് നട അടയ്ക്കുമ്പോ വളരെ ശ്രദ്ധിക്കുക. അത്താഴ പൂജയ്ക്ക് നട അടയ്ക്കുമ്പോ മുഴുവൻ ഭക്തജനങ്ങളും വെളിയിലിറങ്ങണം. വെളിയിലിറങ്ങിയിട്ട് ലൈനായിട്ട് ക്യൂവായിട്ട് നിന്നോളും. അതായത് നിങ്ങള് ലൈനിൽ വരുമ്പോ, അതായത് നമസ്കാരമണ്ഡപം, അതായത് താളയും സിംഹവും കിടക്കുന്ന നമസ്കാരമണ്ഡപത്തിന്റെ മുമ്പിൽ വിടുമ്പോ അവിടെ ഈ ലോകത്തെ മുഴുവൻ ധരിക്കുന്ന ആ മഹാദേവൻ താഴ്ത്തവ രൂപത്തില് ഭഗവാന്റെ സാന്നിധ്യം അവിടെ വെച്ചിട്ടുണ്ട്. പൂജയൊക്കെ കഴിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് അവിടെയുള്ള കുറച്ചു പേര് പുഷ്പങ്ങൾ വരും. വളരെ ശ്രദ്ധിക്കണം പുതിയ ആൾക്കാര്. ഈ പുഷ്പങ്ങൾ നിങ്ങൾ മേടിച്ചിട്ട് ആ പുഷ്പത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ പറിച്ചെടുക്കണം. എന്നിട്ട്
നിങ്ങളുടെ ഹൃദയത്തിലെ വേദനകളെ ഒക്കെ പരിചരിച്ച നിങ്ങളുടെ വീട്ടില് ഇവിടെ വരെ. പുഷ്പാഞ്ജലി സമർപ്പിക്കുക. നിങ്ങളുടെ കൈകൊണ്ട് നേരിട്ട് ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമർപ്പിക്കാൻ പറ്റും. ആ പ്രാർത്ഥന ഇതായിരിക്കണം. ആ പൂർവ്വ ആ പാദത്തിലേക്ക് എറിയുമ്പോ ആ പാദത്തിലേക്ക് ഇത് പതിക്കുമ്പോ അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് വേണം. അപ്പാ ശങ്കരാ എന്ന് വിളിച്ചുകൊണ്ട വേദന സഹിച്ച് ഹൃദയം പൊട്ടുന്ന വേദന കൊണ്ട് തന്റെ വേദനകളെ ദൂരീകരിക്കുവാൻ, തന്റെ സങ്കടങ്ങളെയും പ്രയാസങ്ങളെയും നശിപ്പിക്കുവാൻ സർവശക്തനായ ഭഗവാനെ അവിടുത്തെ കരങ്ങൾ എനിക്ക് ഒരു കുഞ്ഞുങ്ങൾക്ക് മേൽ ഭക്ഷിക്കണമേയും സങ്കല്പിച്ചിട്ട് നീ വിശ്വസിച്ചവർ നിന്നെ ചതിച്ചപ്പോൾ, നിന്റെ നിഷ്കളങ്കതയെ അവർ പരിഹസിച്ചപ്പോൾ ഉള്ളുരുകി നീ ചോദിച്ചില്ലേ, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ ചതിവുകളെന്ന്? വിഷം നിറഞ്ഞ ആ പുഞ്ചിരികൾക്ക് പിന്നിലെ കപടത തിരിച്ചറിയാൻ നിന്റെ ശുദ്ധമായ മനസ്സിന് കഴിഞ്ഞില്ല. അതിൽ നീ സ്വയം കുറ്റപ്പെടുത്തേണ്ടതില്ല. ഓർക്കുക, വഞ്ചിക്കപ്പെട്ടപ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടത് വെറും കപടബന്ധങ്ങൾ മാത്രമാണ്. എന്നാൽ അവർക്ക് നഷ്ടപ്പെട്ടതോ നിന്നെപ്പോലെ ജീവനായി സ്നേഹിച്ച ഒരിക്കൽ